ഫ്രണ്ട്സ്, നമ്മൾ സർവീസ് ചെയ്യുന്ന ഐഫോൺ 12 ആണ്. ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറഞ്ഞത് ബാക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. നമ്മൾ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട് ആണ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ 0.5x വർക്ക് ചെയ്യും, പിന്നെ 1x വർക്ക് ചെയ്യാതെ വരാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഓക്കെ ആയിരിക്കും. ഫ്രണ്ട് ക്യാമറ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരാം. ഇപ്പം കുറച്ചും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കംപ്ലൈന്റ് ക്യാമറ മോഡ് കൊണ്ട് കംപ്ലൈന്റ് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു കംപ്ലൈന്റ് ഹാർഡ്വെയർ ബേസ് കംപ്ലൈന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ മോഡുകളുടെ കംപ്ലൈന്റ് വരുന്നുണ്ട്, പിന്നുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂ വരുന്നുണ്ട്. ഈ 3 കംപ്ലൈന്റ് കൊണ്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ചെയ്ത് നോക്കണം. ഫ്ലാഷ് ചെയ്തിട്ട് ഇതിപ്പം നമ്മൾ ഫ്ലാഷ് ചെയ്ത് നോക്കിയതാണ്. ഫ്ലാഷ് ചെയ്ത് നോക്കിയിട്ട് റെഡി ആയിട്ടില്ല. നമ്മൾ ക്യാമറ മോഡുകളൊന്ന് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഐഡി ഉണ്ട്, ക്യാമറ ഐഡി ഉണ്ട്. ആ ക്യാമറ ഐഡി ഇതിനകത്ത് കാണിക്കുന്നില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ക്യാമറ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. ഇവിടെ എറർ മെസ്സേജ് കാണിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇതിന്റെ ക്യാമറയുടെ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് ഇതിനകത്ത് കിട്ടുന്നില്ലെന്നാണ്. അതായത് ഇതിന്റെ ഈ കംപ്ലൈന്റ് ഹാർഡ്വെയർ ബേസ് കംപ്ലൈന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കംപ്ലൈന്റ് ഉണ്ട്, ക്യാമറ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അൺനോൺ പാർട്ട് എന്നൊരു എറർ മെസ്സേജ് കാണിച്ചേനെ. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എറർ മെസ്സേജ് ഇവിടെ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഹാർഡ്വെയർ ആണെന്ന്. ഹാർഡ്വെയറിൽ എന്താ കംപ്ലൈന്റ് എന്നുള്ളത് ഡിവൈസ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ.
ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വർക്ക് 12 ആയിരുന്നു. അതിപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പം ബോർഡ് ലെവലാണെങ്കിലും ക്യാമറ ഒക്കെ മാറി നോക്കി, ക്യാമറ മാറിയിട്ടും റെഡി ആയിട്ടില്ല. അപ്പോൾ എല്ലാ കംപ്ലൈൻറ്റും ഇതുപോലെ ശരിയാകണമെന്നില്ല. ഓരോ രീതിയിലാണ് ഓരോ രീതിയിലായിട്ടാണ് നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ക്യാമറ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി, ചിലത് വരുന്ന ക്യാമറ ബ്ലറായിട്ട് വരാം. ആ ഒരു കേസ് കെട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റെഡി ആകുന്നത്. ഇത് ക്യാമറ ബ്ലാക്ക് ഔട്ടായി പോയതാണ്. ഇത് നമുക്ക് ഹാർഡ്വെയർ ബേസിൽ ഷോർട്ടോ അല്ലെങ്കിൽ വോൾട്ടേജ് മിസ്സിങ്ങോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ മിസ്സിങ് വന്നതാണ്. അതായത് CP നിന്ന് തോന്നുന്നൊരു സിഗ്നൽ മിസ്സിങ് വന്നതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നത്. അപ്പം ചില കേസിൽ നമുക്ക് ക്യാമറ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യാമറ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഷോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡി ആവുന്നുണ്ട്. ചിലത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല. അങ്ങനെ റെഡി ആകാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ബോർഡ് സാപ്പ് ചെയ്തെടുത്തിട്ട് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സിങ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറോട് ചോദിച്ചിട്ട് കസ്റ്റമർ അപ്രൂവ് എടുത്തതിന് ശേഷം ബോർഡ് സ്വാപ്പ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ബോർഡ് സ്വാപ്പിങ്ങിന് ഈ ഒരു കംപ്ലൈൻറ്റ് സോൾവ് ആകത്തുള്ളൂ. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.